ഞാനിതാ എത്തിക്കഴിഞ്ഞു. നീ എവിടെയാ ഉള്ളത് ഇലക്ട്രോ ലേഡി? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാ. ഞാൻ എത്തിക്കഴിഞ്ഞു. നീ വലിയ ധീരനാന്ന് എനിക്കറിയാം, പക്ഷെ നിനക്ക് എന്നോട് ഏറ്റുമുട്ടാൻ പറ്റുമോ? ഇലക്ട്രോ ലേഡി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഈ ഞാൻ കത്തിക്കൊണ്ടോ അതോ വാളുകൊണ്ടോ അല്ല, മിന്നൽ കൊണ്ടാണ് ആക്രമിക്കുന്നത്. മിന്നൽ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇനി രുദ്രയുടെ മാജിക് ഒന്നും അവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അത്ര തന്നെ. ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ ആ മൂത്തു നിറച്ച ജയ്സിംഗ് ചൗഹാന്റെ ആത്മവിശ്വാസം മുഴുവനും തകർന്നു പോകുന്നതായിരിക്കും. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ നിന്നെ കൊണ്ട് എന്റെ ഈ കാലുകൾ പിടിച്ച് മാപ്പപേക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. കണ്ടോ? കലക്കി കളഞ്ഞു ഇലക്ട്രോ ലേഡി, നീ ശരിക്കും കലക്കി. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ നിന്നെ പേടിച്ച് ഓടിയതൊന്നല്ല. നിന്നെ ഞാൻ സ്കൂളിൽ നിന്നും പുറത്തിറക്കാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെയാവുമ്പോ നീ കാരണം അവിടെ അപകടമൊന്നും ഉണ്ടാവില്ല. രുദ്ര, ക്ലൗഡ് സോൾജേഴ്സ് താഴേക്ക് വരൂ. പോകട്ടെ മാഡം, രുദ്ര നോക്കിക്കോളും. രുദ്ര, എന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് നീ ഇവരെ തോൽപ്പിച്ചേ മതിയാവൂ. നിനക്ക് മനസ്സിലായല്ലോ രുദ്ര? എന്താ ഇത്ര വലിയ പ്രശ്നമൊന്നും അറിയില്ലല്ലോ. രുദ്ര, നിനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല മുത്തശ്ശ. പെട്ടെന്ന് ഇത്രയും മിന്നൽ എവിടെ നിന്നാണ് വരുന്നത്? ക്ലൈമറ്റ് വളരെ ക്ലിയർ ആണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മിന്നൽ വന്നത്? ഇതാരുടെയോ മാജിക് പവേഴ്സ് കൊണ്ടുണ്ടായതാണ്. രുദ്ര, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം.
ആരാടാ നീ? എന്റെ സൺസിറ്റിയുടെ മുകളിൽ എന്തിനാണ് മിന്നൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്? എനിക്കറിയാം ഇത് നേച്ചറിന്റേതല്ല, ഏതോ ഒരു ബാഡ് ക്രീച്ചറിന്റെ പണിയാണിത്. എന്റെ മുന്നിലേക്ക് വരൂ. ആരാണ് നീ? ജയ്സിംഗ്, ഞാനാണ് ഇലക്ട്രോ ലേഡി. എനിക്കിഷ്ടമില്ലാത്തത് എന്തും ഞാൻ നശിപ്പിക്കും. എന്റെ മിന്നൽ ശക്തി കൊണ്ട് ഞാൻ എല്ലാം തന്നെ നശിപ്പിക്കും. ഇലക്ട്രോ ലേഡി, നീ ഇപ്പോൾ തന്നെ എന്റെ സൺസിറ്റി വിട്ട് പോയേക്ക്. ഞാൻ ക്ഷമിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അറ്റാക്കിനൊക്കെ ഒറ്റ മിനിറ്റിൽ മറുപടി തന്നേനെ. ജയ്സിംഗ്, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീ ഒരിക്കലും സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാറില്ല. നിന്റെ മൈനസ് പോയിന്റ് ഞാൻ പ്ലസ് പോയിന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. കണ്ടോ സോക, ഇന്ന് എന്റെ കളി വേറൊരു രീതിയിലാണ്. ജയ്സിംഗ് ചൗഹാൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ഇനി എന്ത് ചെയ്താലും ആ സൺസിറ്റിയെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല സോക. അതാണ് പറയുന്നത്, എതിരാളികളുടെ മൈനസ് പോയിന്റ് കണ്ടെത്തി കളിക്കണം. ഒരൽപ്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ആ ജയ്സിംഗ് ചൗഹാന്റെ മൈനസ് പോയിന്റ് എന്താണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു.